പാകിസ്ഥാൻ ഒരു പൊട്ടിത്തെറിയുടെ വക്കിൽ നിൽക്കുകയാണ്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതോടെ ഇപ്പോൾ പുതിയ കണക്കുകൾ, ഇന്നലെ വന്ന കണക്കുകളിൽ വെള്ളത്തിൻ്റെ ലഭ്യത തീരെ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ മേഖലയിൽ ജനങ്ങൾ ദേശീയപാത കയ്യേറിക്കൊണ്ട് കാരക്കോറം ഹൈവേ കയ്യേറി അവിടെ ഉപരോധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 3 മാസമായി വലിയ പ്രക്ഷോഭം അവിടെ നടക്കുകയാണ് സർക്കാരിനെതിരെ. പാകിസ്ഥാൻ ഏതാണ്ട് തീരുമാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ? അല്ല, പാകിസ്ഥാൻ ഒരു അനിവാര്യമായിട്ട് പതനത്തിലേക്കാണ്. കാരണം ഇപ്പോൾ നേരത്തെ തന്നെ ഞാൻ ആരും പറഞ്ഞൊന്നും പെട്ടെന്ന് ഓർക്കുന്നില്ല. പാകിസ്ഥാൻ എന്നുള്ളതിന് പുണ്യഭൂമി എന്നർത്ഥം. അതൊരിക്കലും പുണ്യഭൂമിയൊന്നുമല്ല, അതൊരു കലാപഭൂമിയാണ്. പാകിസ്ഥാൻ്റെ ജന്മം തുടങ്ങിയിട്ടുള്ള 1947 തുടങ്ങിയിട്ട് പാകിസ്ഥാനിൽ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുന്നത് ജാതിപരമായിരിക്കുന്ന സംഘർഷങ്ങളും അതേപോലെ തന്നെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങളും ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ പീഡിപ്പിക്കുന്ന സ്വഭാവമൊക്കെ പാകിസ്ഥാൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മാത്രമല്ല, ഇപ്പോൾ പാകിസ്ഥാനിൽ പഴയ കാലത്ത് കിഴക്കൻ ബംഗാളും പശ്ചിമ ബംഗാളും പടിഞ്ഞാറൻ ബംഗാളും തമ്മിൽ ബംഗാളും അതേപോലെ തന്നെ പഴയ പാകിസ്ഥാൻ തമ്മിൽ വലിയ തർക്കമായിരുന്നു ശരിക്ക്. അതുകൊണ്ടാണ് 1970കളിൽ അവിടെ നടന്ന തെരഞ്ഞെടുപ്പിനകത്ത് ഭൂരിപക്ഷം കിട്ടിയത് ഷെയ്ഖ് മുജിബുർ റഹ്മാനാണ്. അതിന് അംഗീകരിക്കാൻ ഇവിടെ പാകിസ്ഥാൻ ഭരണകൂടം തയ്യാറായിരുന്നില്ല അവരാരും. സുൽഫിക്കർ അലി ഭൂട്ടോ അതിന് ശക്തമായിട്ട് എതിരായിട്ട് നിന്നു. അവിടുത്തെ കോടതികളും പട്ടാളങ്ങളും വരെ ആ നിയമത്തിന് മുജിബുർ റഹ്മാനെതിരായിട്ട് നിന്നു. അതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് അവരവിടെ പ്രത്യേകമായിട്ടുള്ള ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി 1971 നിരന്തരമായിട്ടുള്ള സമരത്തിലേക്ക് ബംഗ്ലാദേശികളെ പ്രേരിപ്പിച്ചത് ഈ നടപടിയായിരുന്നു ശരിക്കത്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ 1947 ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 24 വർഷം കഴിഞ്ഞ സമയത്തേക്ക് അത് രണ്ടായിട്ട് ബംഗ്ലാദേശ് വേറെയായിട്ട് വന്നു. ഇന്നിപ്പോൾ സമാനമായിട്ട് വേറെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാൻ 4 or 5 ആകാനുള്ള സാധ്യതയുണ്ട്. അത് സിന്ധു മേഖല വേറെയാകാം, ബലൂചിസ്ഥാൻ വേറെയാകാം. ബലൂചിസ്ഥാനാണ് അവരുടെ ഏറ്റവും കൂടുതൽ ഫെർട്ടിലിറ്റി ഉള്ള സ്ഥലം. ബലൂചിസ്ഥാനാണ് ഏറ്റവും കൂടുതൽ ധാതു സമ്പത്തുള്ള സ്ഥലം. ബലൂചിസ്ഥാനാണ്. അങ്ങനെയുള്ള ബലൂചിസ്ഥാനിലേക്ക് കണ്ണുവെക്കുന്ന ആളുകളാണ് ചൈനക്കാർ. ചൈനയുടെ താല്പര്യം നമുക്ക് പലപ്പോഴും തോന്നും ചൈന പാകിസ്ഥാനെ സഹായിക്കുകയാണ്. എവിടെ പാകിസ്ഥാനെ സഹായിക്കുക? ഇത് ഇന്ത്യ അമേരിക്ക പ്രതീക്ഷിക്കുന്ന മാതിരിയാണ്. 1971 നമ്മളായിട്ട് യുദ്ധം ഉണ്ടായ സമയത്ത്, നമ്മൾ പാകിസ്ഥാനായിട്ട് യുദ്ധം ഉണ്ടായ സമയത്ത് ചൈന സഹായിക്കുക, അവർ സഹായിക്കുന്ന നമ്മളെ അമേരിക്ക സഹായിക്കുന്ന വിചാരിച്ചു. ഒരു സഹായം നമുക്ക് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇന്ത്യക്കെതിരായിക്കൊണ്ട് 7ാം കപ്പൽപ്പട അയക്കുവാൻ വേണ്ടിയിട്ട് ആ സമയത്ത് അമേരിക്ക തയ്യാറായി എന്നുള്ളതാണ് അത്ഭുതകരമായുള്ള വശം. പക്ഷേ നമ്മുടെ പട്ടാളത്തിൻ്റെ ഇടപെടലുകൊണ്ടും മനീഷ് ഷായെ പോലെയുള്ള ശക്തനായിരിക്കുന്ന ഫീൽഡ് മാർഷൽ ഉള്ളതിൻ്റെ പേരിലും അത് നമുക്കതിനെ ശക്തമായിട്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു. ഏകദേശം 90,000 പരം വരുന്ന ആളുകളെ പാകിസ്ഥാനികളെ നമുക്കിവിടെ ബന്ദികളാക്കാൻ അവരെ തടങ്കലിലാക്കാൻ വേണ്ടി സാധിച്ചു. പിന്നെ പിൽക്കാലത്ത് സിംല കരാറിൻ്റെ ഭാഗമായിട്ട് അത് വിട്ടുകൊടുത്തു എന്നുള്ളത് വേറെ വശമാണെങ്കിൽ ഇതൊരു വസ്തുത തന്നെയാണ്. ഇന്ന് പാകിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പാകിസ്ഥാൻ്റെ ഓരോ ഭാഗങ്ങൾ അവരിന്ന് വേർപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ POK ശരിക്കും വാസ്തവത്തിൽ ഇന്ത്യൻ നിർമ്മിതിയാണ്. 1947 ഒക്ടോബർ മാസത്തിൽ അവർ ഇന്ത്യയിലേക്ക് കടന്നാക്രമിച്ച് ഇന്ത്യയുടെ ജമ്മു കാശ്മീരിൻ്റെ ഭാഗമായിരിക്കുന്ന ഇപ്പോഴത്തെ POK അത് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത് 1947 ഒക്ടോബർ മാസം 28ാം തീയതിയാണ്. അത് പാകിസ്ഥാൻ്റെ ഭാഗമായി. നമ്മുടെ ഇന്ത്യൻ ഭരണകൂടത്തിന് അന്നത്തെ ഒരു കെടുകാര്യസ്ഥത കൊണ്ട് ഈ വിഷയം നമ്മൾ UN അവതരിപ്പിക്കുകയാണ്. UN പറഞ്ഞു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇത് നമുക്ക് പറ്റിയുള്ള വലിയൊരു പാകപ്പിഴയാണ്. അതിന് അംബേദ്കർക്ക് എതിർത്തിട്ടുണ്ട്. നമ്മുടെ ശ്യാം പ്രസാദ് മുഖർജി അതിന് ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. ആചാര്യ കൃപലാനി അതിന് ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവർ 3 പേരും കേന്ദ്ര മന്ത്രിസഭയിൽ ഉള്ള സമയത്ത് തന്നെ ഇതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്ന ആളുകളാണ് അക്കാലത്തുണ്ടായിരുന്ന ഈ 3 ആളുകളും. അങ്ങനെയുള്ള രൂപീകരിക്കപ്പെട്ട POK പാകിസ്ഥാന് എന്നൊരു പ്രശ്നമാണ്. അത് പാകിസ്ഥാൻ പിടിച്ചെടുത്തുള്ള POK എന്ന് പറയുന്ന പ്രദേശം, അവിടെയുള്ള ആളുകൾ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും ഇന്നത്തെ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരാണ്. എന്ന് മാത്രമല്ല, അവിടെ നടക്കുന്ന വികസനങ്ങൾ മുഴുവൻ അവർക്കെതിരാണ്. അവിടെയുള്ള കച്ചവടക്കാർക്ക് കച്ചവടം നടത്താൻ സാധിക്കുന്നില്ല. അവിടെയുള്ള സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. അതിൽ കൂടിയാണ് ഇവരുടെ ചൈനക്കാരൻ്റെ റോഡ് വരുന്നത്. ചൈനക്കാരൻ്റെ താല്പര്യം ബലൂചിസ്ഥാനിൽ റോഡ് എത്തിക്കുകയാണ്. ആ ബലൂചിസ്ഥാനിൽ നിന്നൊരു 3.5 മണിക്കൂർ കൊണ്ട് അവർക്ക് ചൈനയിലെത്തി സാധനങ്ങൾ കടത്താൻ സാധിക്കുമെന്നാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ദുർഗതി ഇന്ന് നിലവിൽ പാകിസ്ഥാനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ബലൂചിസ്ഥാനികൾ സമരത്തിന് പ്രധാനപ്പെട്ട കാരണം എന്താ? അവർ പറഞ്ഞ് ഞങ്ങളുടെ ധാതു സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നു, ഞങ്ങളുടെ ആൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, ഞങ്ങൾക്ക് പട്ടിണിയാണ്, ഞങ്ങളുടെ ബുദ്ധിമുട്ട് ആരും നോക്കാനില്ല, ഭരണകൂടം ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ഞങ്ങൾ 2ാം പൗരന്മാരായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ബലൂചിസ്ഥാനികളുടെ പ്രശ്നം. അത് തന്നെയാണ് സിന്ധിലെ പ്രശ്നങ്ങൾ. അത് തന്നെയാണ്
സിന്ധും വേറൊരു രാജ്യമായി ആകാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. ഇന്നിപ്പോൾ നിലവിൽ അവശേഷിക്കുന്ന പഞ്ചാബ് മേഖല മാത്രമാണ്. ആ പഞ്ചാബിലാണ് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നത്. പഞ്ചാബ് ഒരു വലിയൊരു കൃഷിയിടമാണ്. മുഴുവൻ പാകിസ്ഥാനുമുള്ള ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്ന പഞ്ചാബിൽ നിന്നാണ്. അങ്ങനെയുള്ള പഞ്ചാബിലാണ് ഇപ്പോൾ അവർ പറയുന്നത് 10% 15% എന്നൊക്കെ അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ പറയുന്നത് 20% ജലത്തിൻ്റെ ദൗർലഭ്യം അവിടെയുണ്ട്. അവിടെ കൃഷി നടത്താൻ സാധിക്കുന്നില്ല, കുടിവെള്ളം കിട്ടാൻ വേണ്ടിയിട്ടില്ല, ആളുകൾക്ക് നിത്യോപയോഗത്തിന് വേണ്ടിയിട്ട് ജലത്തിൻ്റെ ദൗർലഭ്യം അവരെ സംബന്ധിച്ചുണ്ട്. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അവരെ സംബന്ധിച്ച്, പഞ്ചാബികളെ സംബന്ധിച്ച് പാകിസ്ഥാനിലുണ്ട്. കാരണം ഈ സിന്ധ് കരാറിൻ്റെ ലംഘനം, ആ കരാറ് സ്റ്റേ ചെയ്യുന്നതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് പഞ്ചാബ് മേഖലയിലുള്ള ആളുകളാണ്. ഈ കരാർ കൊണ്ടുവന്നതിൽ അധികം വർഷമായിട്ടില്ല, നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. 1960-കളിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒപ്പുവെച്ച കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ്. നെഹ്റു ഇത്തരം കാണിച്ചിരിക്കുന്ന ഒരുപാട് വിക്രസുകളുണ്ട്. അത് ഇന്ത്യ വിരുദ്ധമായിട്ട് കാലക്രമേണ ഭവിച്ച വസ്തുതകളാണ് ഇതെല്ലാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇന്ന് പഞ്ചാബികൾ അതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഈ കരാറിൻ്റെ സ്റ്റേ വരുന്നതിൻ്റെ നിമിത്തമായിട്ട് സംഭവിക്കുന്നത്. ആ കരാർ നിമിത്തം നമ്മൾ റദ്ദാക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ, ആ കരാറിൻ്റെ സ്റ്റേ മാത്രമാണുള്ളത്. ആ സ്റ്റേ നിമിത്തം ഇത്തവണ പ്രത്യേകിച്ച് അവിടെ മൺസൂൺ വരാൻ വൈകുകയും ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കാലവർഷം നേരത്തെ വന്നു. നമുക്ക് ഏകദേശം ഒരു 15 ദിവസക്കാലത്തിന് മുമ്പായിട്ട് കാലവർഷം വന്നെങ്കിൽ പാകിസ്ഥാന് കാലവർഷം ഇപ്പോഴും എത്തിയിട്ടില്ല. അതുകൊണ്ട് അവർക്ക് അടുത്ത വെള്ളത്തിൻ്റെ ദൗർലഭ്യം അവരെ സംബന്ധിച്ചിട്ടുണ്ട്. അവർക്ക് ഭക്ഷണ സാധനങ്ങൾ കിട്ടാനില്ല. അവർ കൃഷിയിടങ്ങളെ ആകപ്പാടെ മിക്കവാറും കൃഷിയിടങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പാകിസ്ഥാൻ അനുഭവിക്കുന്നത് അടുത്തൊരു 6 മാസക്കാലത്തേക്കെങ്കിലും പാകിസ്ഥാനിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ദുരിതത്തിലേക്കാണ് പാകിസ്ഥാനെ നയിക്കുന്നതെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല നമുക്ക്. പഴയ കിഴക്കൻ പാകിസ്ഥാൻ, അതായത് ഇന്നത്തെ ബംഗ്ലാദേശിൽ പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് മുജീബുർ റഹ്മാന്റെ ചിത്രമടക്കം കറൻസിയിൽ നിന്ന് നീക്കി. യുനെസ് പറയുന്നത് അങ്ങനെ ഒരു അതല്ല, നമ്മുടെ മുജീബുർ റഹ്മാൻ അല്ല, ജിന്നയാണ് ഞങ്ങളുടെ രാഷ്ട്രപിതാവ് എന്നുള്ള ഒരു നിലവാരത്തിലേക്കാണ് മുഹമ്മദ് യൂനിസ് പോകുന്നത്. എന്നാൽ യൂനിസിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ പ്രശ്നം. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി തണുപ്പിക്കാനായിട്ട് ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ മുജീബുർ റഹ്മാൻ്റെ പടം നീക്കിക്കൊണ്ട് മുഹമ്മദ് യൂനിസ് ഒരു വ്യക്തമായ സന്ദേശം കൊടുക്കുന്നുണ്ട്. അതായത് ഞങ്ങൾ ബംഗ്ലാദേശ് അല്ല, പഴയ ഈസ്റ്റ് പാകിസ്ഥാനാണ്. അതൊരു വലിയൊരു അപകട സൂചനയും കൂടെ തരുന്നില്ല? അല്ല, തീർച്ചയായിട്ടും ചിലരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ യൂനസ് എന്ന് പറയുന്ന ആൾക്ക് നോബൽ പ്രൈസ് കിട്ടി. എനിക്കത് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള തോന്നൽ എനിക്കില്ല. അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള അജണ്ടയുടെ പുറത്ത് കിട്ടിയിരിക്കുന്ന നോബൽ പ്രൈസാണ്. ആ നോബൽ പ്രൈസ് കിട്ടിയതിന് ശേഷമാണല്ലോ അയാൾ പാകിസ്ഥാൻ്റെ ബംഗ്ലാദേശിൻ്റെ ഭരണാധികാരിയാവുന്നത്. ഷെയ്ഖ് ഹസീനെ പിന്തള്ളിക്കൊണ്ട് അയാൾ അധികാരത്തിലെത്തിയതിന് ശേഷമാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന യൂനസിനെ അവിടുത്തെ ഭരണാധികാരിയാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ദീർഘകാലമായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മാത്രമായതാണ്. അപ്പോൾ അയാളുടെ പരിശ്രമം ശരിക്കും ഇന്നത്തെ ബംഗ്ലാദേശിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് മുജിബുർ റഹ്മാനാണ്. അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ 1971 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട് ബംഗ്ലാദേശികളുടെ പൂർണ്ണ പിന്തുണയോടുകൂടിക്കൊണ്ട് അന്ന് പാകിസ്ഥാൻ്റെ ഭരണാധികാരി ആകേണ്ട ഷെയ്ഖ് മുജിബുർ റഹ്മാനെ അവിടെ നിന്ന് ഓടിച്ച് അദ്ദേഹത്തെ ലണ്ടനിലേക്ക് പലായനം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് മാറ്റം വരുത്തിയത് ഭാരതമാണ്. അന്ന് ഇന്ത്യ എന്ന ഏകകണ്ഠമായിട്ട് ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളടക്കം പ്രധാനമന്ത്രിയുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ട് ആ യുദ്ധത്തിലാണ് ബംഗ്ലാദേശിനെ മോചിപ്പിച്ചത്. ഇതൊന്നും യൂനസിന് അറിയാത്ത ചരിത്രമല്ല. പക്ഷേ യൂനസിനെ പഠിപ്പിക്കുന്നവർ, യൂനസിനെ മുൻനിർത്തുന്നവർ ഈ ചരിത്രം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ ബംഗ്ലാദേശിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം അത് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. അത്രയ്ക്ക് സ്വാധീനം അദ്ദേഹത്തിനുണ്ട്. ഇത് മാറ്റിവെക്കാൻ ഈ പറയുന്ന യൂനസിന് സാധിക്കുമോ എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. ഇന്നിപ്പോൾ യൂനസ് അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ബംഗ്ലാദേശിന് പുതിയ ചില പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ പാകിസ്ഥാനിൽ മറ്റു ചില പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഏതാണെങ്കിലും ഈ പറയുന്ന രണ്ട് നമ്മുടെ അയൽ രാജ്യങ്ങളെ സംബന്ധിച്ചും ഇതിൻ്റെ ഭരണാധികാരികൾക്കൊന്നും തന്നെ ഈ നാടിൻ്റെ ജനങ്ങളുടെ ക്ഷേമം പ്രശ്നമല്ല. ഇപ്പോൾ യൂനസിൻ്റെ താല്പര്യങ്ങൾ മാത്രമാണ്. അവിടെ അല്പമെങ്കിലും ദേശീയപരമായിരിക്കുന്ന വിഷയങ്ങൾക്കും ജനങ്ങൾക്കും താല്പര്യപൂർണ്ണമായുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരുന്നത് ഷെയ്ഖ് ഹസീനയാണ്, അല്ലെങ്കിൽ മുജിബുർ റഹ്മാൻ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ പഴയ കാലത്ത് വെടിവെച്ചുകൊല്ലാണ് അദ്ദേഹത്തെ ഉണ്ടായത്. ഇവരും ഏത് സമയത്ത് ഇവർ മരിക്കുന്നത് നമുക്കറിയില്ല. ഇവർ ഇന്ത്യയിലാണ് ഇവർ അഭയം തേടിയത്. ഒരുപക്ഷെ ഇന്ത്യയിലല്ല അഭയം തേടിയതെങ്കിൽ എവിടെയാണെങ്കിലും ഇവരെയും വധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ കേന്ദ്രങ്ങളാണ്
ഇന്ന് ബംഗ്ലാദേശും അതേപോലെ തന്നെ പാകിസ്ഥാനും 2 സ്ഥലത്തുള്ളത്. അതിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കുടിവെള്ളം അടക്കം കിട്ടാൻ നിവൃത്തിയില്ലാതെ കണ്ട് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമായിട്ട് പാകിസ്ഥാൻ മാറിയിരിക്കുകയാണ്. അതിന് പെട്ടെന്നൊരു പരിഹാരം എളുപ്പമല്ല. അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്ന ത്രാണിയുള്ള, കെൽപ്പുള്ള, കരുത്തുള്ള ഒരു ഭരണാധികാരിയും നിലവിൽ പാകിസ്ഥാനിലില്ല. കാരണം ഈ 2 സ്ഥലവും ഏകദേശം ഒരു പട്ടാളത്തിൻ്റെ കൈപ്പിടിയിലേക്ക് ഒതുങ്ങിപ്പോകുന്നൊരു സാഹചര്യമുണ്ട്. ഈ പട്ടാളത്തിന് പലപ്പോഴും സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയില്ല. ആരോ പറയുന്ന ചിലർ പറയുന്ന മാതിരി പട്ടാളം എന്താണ് ചെയ്യുന്നത് വേറെ തീരുമാനം എടുക്കണം, അതേ പട്ടാളം ചെയ്യാവൂ. ഈ നാട് ഭരിക്കേണ്ട പണി പട്ടാളത്തിൻ്റെ പണിയല്ലേ. ഇപ്പം നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൻ്റെ സവിശേഷതകൾ അതാണ്. ഇവിടെ എക്സിക്യൂട്ടീവിന് റോളുണ്ട്, ഇവിടെ ജുഡീഷ്യറിക്ക് റോളുണ്ട്, ഇവിടെ പാർലമെൻറ്റിന് വേറെ റോളുണ്ട്, ഇവിടെ മാധ്യമങ്ങൾക്ക് റോളുണ്ട്. എല്ലാ ആളുകളും അതത് റോളുകൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നാടിൻ്റെ വികസനം ഉണ്ടാവുക. പാകിസ്ഥാനെ സംബന്ധിച്ച് അതില്ല. കാരണം പേര് പാകിസ്ഥാൻ എന്നാണ്, പക്ഷേ കലാപഭൂമിയാണ്. ഈ പറയുന്ന കലാപഭൂമിക്ക് ഒരിക്കലും പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളെ പരിഹരിക്കാൻ വേണ്ടി സാധ്യമേ അല്ല എന്നുള്ളതാണ് പാകിസ്ഥാൻ ഒരു വട്ടവും കൂടി തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. സമാനം തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ബംഗ്ലാദേശിന് സമാനം തന്നെയാണ്. അത് മുജിബുർ റഹ്മാൻ്റെ ചിത്രം നോട്ടുകളിൽ നിന്ന് മാറ്റിക്കൊണ്ട് മാത്രമല്ല, യൂനസ് എന്ന് പറയുന്ന ഭരണാധികാരി ഏത് തരത്തിലാണോ പാകിസ്ഥാനിലെ തീവ്രവാദികളായിരിക്കുന്ന സുൽഫീഖർ അലി ഭൂട്ടോയും യാഹിയ ഖാനും അയ്യൂബ് ഖാനും എല്ലാം ഭരിച്ചിരുന്നത്, അതേപോലെ തന്നെ അത്യന്തം ബംഗ്ലാദേശിൻ്റെ അന്തകനായിട്ട് മാറുന്ന ഒരു ഭരണാധികാരിയാണ് യൂനസ് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.